ഹലോ ഷൂട്ട് മണീസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിനി ഡേ വ്ളോഗാണ്. വെറുതെ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ എന്നും മടിയാണ്, രാവിലെ എനിക്ക് വരുമ്പോൾ തന്നെ നേരെ വൈകും. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമോ, അതാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്നും വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ കണ്ടൻറ്റ് പ്രത്യേകിച്ചൊന്നും ഇല്ലാതെന്ന് എനിക്ക് പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് റെയിനി ഡേ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇത് ഞാൻ കറി വരുന്നുണ്ട്. ഇനി ആ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇനി മഴ പെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇത് കണ്ടോ, മഴക്കാർ കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത്. നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടോ ഗൈസ്. ഇവിടെയൊക്കെ ഇങ്ങനെ പുല്ല് മുളച്ചിരിക്കുന്ന മോട്ടറിൻ്റെ വെള്ളം വീണിട്ടാട്ടോ കണ്ടോ മൊത്തം. എന്നിട്ട് എന്തായാലും ആണ് കണ്ടോ, നല്ല കാറ്റൊക്കെ എനിക്ക് കണ്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പശുക്കളെ മനസ്സിലായി ഗൈസ്. ഐറ്റങ്ങളാണെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെ പോയിട്ട് വന്നുള്ളൂ. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീഡിയോ എടുക്കാം തന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇരുട്ടായി തുടങ്ങി. മഴ പെയ്ത റെയിനി ഡേ വ്ളോഗാവും, അല്ലെങ്കിൽ ഒരു നോർമൽ ഡേ വ്ളോഗാവും മിക്കവാറും. ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നണില്ല ഇത് റെയിനി ഡേ വ്ളോഗാവുമെന്ന്. ഇത് കേസ് ഇത് തങ്കു ഇങ്ങോട്ട് വന്നേ. ലൈറ്റ് അടിച്ചിട്ടുണ്ടോ തങ്കമ്മ ഇച്ചിരി കുടുംബത്തിയാണെങ്കിലും പക്ഷെ കുഴപ്പമില്ല കേസ്, തൊടാൻ പറ്റും. എനിക്ക് ഉമ്മ വരുന്നുണ്ട്. ഇതാണ് ശുംബിളി ഒന്നും ചെയ്യില്ല അല്ലേ ശുംബിള? ഇങ്ങോട്ട് നോക്കിയിട്ട് ശുംബൾ പാണങ്ങല്ലടി ശുംബൾ 2 ദിവസമായിട്ട് മിണ്ടാത്തതുകൊണ്ട് ശുംബിളി പിണങ്ങി തോന്നുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ നന്ദമ്മ ഇച്ചിരി സീനാണ് കേസ്. നന്ദമ്മയുടെ കൊച്ചത്തെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ നന്ദമ്മ സമ്മതിക്കാത്ത. ഇവിടെ കണ്ടോ കേസ്, ഞാനിപ്പോൾ തന്നെ ഇതൊക്കെ നിറച്ച് പുഴു നിൽക്കുക. അതൊന്നും നോക്കണ്ട നമുക്ക് അടുത്ത ദിവസങ്ങൾ. പിന്നെ ഇവിടെ കുറേ ചാമ്പയ്ക്ക് സാധനങ്ങൾ തിന്നാനുണ്ടെങ്കിലും പക്ഷേ അതിൽ കാര്യമായിട്ട് തിന്നാനുള്ള സാധനങ്ങളൊന്നും ഈ വീട്ടിലില്ല. ഉള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് ഉള്ളത് കണ്ടാ. ഇത് പിന്നെ കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതുമ്പോൾ പേരയ്ക്ക ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു പേരയ്ക്കുണ്ട് നിങ്ങൾ ഇതിങ്ങനെ ആകാശത്തേക്ക് വെച്ചുകൊണ്ട് കാണാൻ പറ്റില്ല. എന്നാലും ഞാൻ ഒന്ന് സൂം ചെയ്ത് തരാം. എനിക്ക് എവിടെ സൂം ചെയ്യുന്നുണ്ടെന്ന് വലിയ പിടുത്തില്ല. അവിടെ കണ്ടോ, അവിടെ ഒരു പേരയ്ക്ക ഉണ്ടായിക്കണ്ട. അതേപോലെ തന്നെ ഇവിടെ എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഒരെണ്ണം കണ്ട. അങ്ങനെ അതുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വളർന്നു വരുന്നുണ്ട്. അത് കുറേ മാസങ്ങളായി വെച്ചെങ്കിലും ഉണ്ടായിട്ടില്ല അല്ല. അതുകൊണ്ട് പിന്നെ അതിനെ നോക്കാറില്ല. പിന്നെ അവിടെ ഈ കാട്ടിൽ നിൽക്കണതാണ് നമ്മുടെ. എന്നിട്ടായിരുന്നു വൈറ്റ് ഞാവലുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ചെത്തിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കാട് പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നനയ്ക്കണോണ്ടാണ്. ഇത് ഞാൻ ഇവിടെ നിന്നാണ്ട് കൊണ്ടുവച്ചൊരു മുല്ലയാണ്. മുല്ല ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ മുല്ല കൊണ്ടുവച്ചിട്ട് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അതൊക്കെ എന്തായാലും ഇപ്പോൾ വെറുതെ നടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അടുത്ത മിറാക്കിൾ ഫ്രൂട്ട് ഗൈസ്, അത് ഞാൻ തിന്നാറില്ല, അതൊക്കെ വെറുതെ നിൽക്കാറില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ മരം കാണാനായിട്ട്. ഇല്ലേ, മിറാക്കിളൊന്നും ഞാൻ പൊട്ടിക്കാറേ ഇല്ല, ഞാൻ മൈൻഡ് ചെയ്യാറും കൂടി ഇല്ല ഇതിനെ. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ വരുന്നത്. പിന്നെ റംബൂട്ടാനൊക്കെ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചാൽ തരില്ല എന്നുള്ളൂ. പക്ഷേ ബുക്ക് ചെയ്താലും തരില്ല, കണ്ടിട്ട് പോവാം. വേണമെങ്കിൽ 1-2 വന്നാൽ വേണമെങ്കിൽ 2 തരാം, അല്ലാണ്ട് തരില്ല കേട്ടോ. പിന്നെ ഇവിടെ ചാമ്പയ്ക്കുണ്ട്, അതും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു, ഇപ്പോൾ കുറവാണ് അതും ഉണ്ടാവുന്നത്. പിന്നെയാണ് ഞാൻ മെയിനായിട്ട് കാണിച്ചു തരാവുന്ന സാധനമാണ് ഗൈസ്. ഇതിനൊക്കെ കിളി തിന്നുകൊണ്ട് പോയി തോന്നുന്നുണ്ട്. ജബോട്ടിക്കാബ മരമുന്തിരിയില്ലേ, ആ സംഭവം കിളി തിന്നിട്ട് നിൽക്കണേണ്ട. അതുപോലെ ഇവിടെയും കിളി തിന്നിട്ടുണ്ട്. ഇതൊക്കെ കിളി തിന്നുകൊണ്ട് പോയേക്കാം. പിന്നെ ഞാൻ എന്നിട്ട് മഴ പെയ്യട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വ്ളോഗ് അപ്പം എടുക്കാം. മഴ പെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, നമുക്ക് വെയിറ്റ് ആക്കാം. പെയ്യോ ഇല്ലെന്നറിയാം. പെയ്യില്ല തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഇതായി തുടങ്ങി. അതെനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ വരുള്ളൂ. പിന്നെ നീറ്റ് എക്സാം എഴുതാൻ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു. പോയിട്ട് വല്ല കാര്യമില്ല, വെറുതെ പോയിരുന്ന് എഴുതിയിട്ട് വല്ല കാര്യമില്ല. ഞാൻ എന്തായാലും ഇനി മഴ പെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാനാണെങ്കിൽ മഴ പെയ്യുന്ന പറഞ്ഞിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും ഗൈസ് മഴ വീണ്ടും പെയ്യാൻ തുടങ്ങി. ക്യാമറ ഞാൻ തുടച്ചില്ല, ഒന്ന് തുടയ്ക്കാൻ തോന്നുന്നു. കുഴപ്പമില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഇടി കൊടുക്കുമ്പോൾ മഴയൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഗൈസ് റോഡിൽ വന്നപ്പോൾ പിന്നെ എൻ്റെ വായ അടഞ്ഞു പോയി. അതുകൊണ്ടാണ് ഇത് കണ്ടോ, ആണ് നമ്മൾ വീഡിയോ എടുത്ത് പോകുന്നത്. ഇത് കാണിക്കാനാണ് ഞാൻ നിങ്ങളെ വന്നത്. ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ 100 വണ്ടി അധികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. പിന്നെ ഇങ്ങനെ ഒരാൾക്കാർ വീഡിയോ എടുക്കും. അതുകൊണ്ട് പിന്നെ എൻ്റെ വായ അടയും കേട്ടോ. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എൻ്റെ വായ അടഞ്ഞു പോകും. അത് വേറെ പ്രശ്നം. ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ വയറ് നിറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാനല്ല ഒന്നിനും പറ്റില്ല. അത്രയും തിന്നിട്ടേ
കാണിച്ചു തരാം ഗൈസ്. ഇപ്പോഴത്തെ മഴയുടെ ഇത് കാണിച്ചു തരാം. നല്ല രസമുണ്ട് ആകാശം കാണാനായിട്ട്. ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. അമ്മ ഈ മുൾകറി ആ അവിടെ ഒരു തൊട്ടവാടി ഉണ്ടായിരുന്നു. കാണാൻ പറ്റുണ്ടോ എനിക്കറിയില്ല. ഇത് കണ്ടോ, ഇത് നമ്മൾ വന്നപ്പോൾ തന്നെ ചവിട്ടി. നല്ല രസമുണ്ടായി. നോക്കൂ ഗൈസ്. 1 2 3 സ്റ്റാർട്ട്. നല്ല രസമല്ലേ കാണാനായിട്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു വ്യൂ അല്ല എനിക്ക് കിട്ടണേ. കടാ സാറ്റിസ്ഫൈങ് ആയിട്ട് നിങ്ങൾ മിണ്ടാണ്ട് കേട്ട്, ഞാൻ മിണ്ടാണ്ട് നിൽക്കാം, നിങ്ങൾ കേട്ട് നോക്കൂ. എനിക്കറിയില്ല എന്തൊക്കെ സൗണ്ടുകൾ വേറെ കേൾക്കണ്ടോ എനിക്കറിയില്ല. എന്നാലും നല്ല രസമല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഈ ഒരു ക്ലൈമറ്റ്. എന്നും ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് മീൻസ് രാവിലെ വെയിലായിക്കോട്ടെ, രാവിലെ തൊട്ട് ഒരു ഈ ഒരു ടൈം വരെ ഒരു 3 മണി 4 മണി വരെ വെയിലായിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു ക്ലൈമറ്റ് വന്നോട്ടെ, രാത്രി പിന്നെ മഴ ചെയ്യാണ്ടിരുന്നോട്ടെ. അപ്പോൾ പിന്നെ നല്ല രസം ഉണ്ടാവില്ലേ അല്ലേ? അങ്ങനെയൊക്കെയല്ലേ വേണ്ടേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഫോണിൽ എത്രമാത്രം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ നല്ല ഡാർക്കാണ്. എങ്ങനെ മനസ്സിലാക്കുമോ? ഫോണിൽ എനിക്ക് അത്രയും ഇതിലെനിക്ക് എടുത്ത് കാണിച്ച് തരാനായിട്ട് പറ്റുള്ള എന്തായാലും വെയിറ്റ് ചെയ്യണം. മഴ പെയ്ത് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ പകുതി വീഡിയോ എടുത്ത് വെച്ചു. കഴിഞ്ഞപ്പോൾ പിന്നെ ബാക്കിയാണെങ്കിൽ നല്ല ഇടി കൊടുക്കും മിന്നലായതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കി വീഡിയോ എടുത്തില്ല. അപ്പോൾ പിന്നെ ഞാനത് അവിടെ വെച്ചിട്ട് അങ്ങനെ വെച്ച് നിർത്തി. എനിക്ക് ഫുഡ് കഴിച്ചിട്ടാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാനാണെങ്കിൽ അങ്ങോട്ട് നോക്കി നിന്നിട്ടൊക്കെയാണ് പറയണേ മഴ പെയ്തു സൗണ്ട് കേൾക്കുന്നുണ്ടോ? അന്ന് ഞാൻ അകത്തേക്ക് പോയിട്ട് നല്ല മഴയാണ് പെയ്യാൻ പോണത്. അപ്പോൾ നല്ല മഴ പെയ്യുമ്പോൾ നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, നനയില്ലേ. കുളിക്കണമെന്നുണ്ട്, പിന്നെ വേണേ കുളിക്കാം, അല്ലേ കുളിക്കണ്ട. ഞാൻ പിന്നെ ഒറ്റയ്ക്കുള്ളൂ. പക്ഷെ നനയണമെന്നുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ മഴയത്ത് കുളിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ മഴ പെയ്യാറില്ല, അത് വേറെ കാര്യം. എപ്പോഴാണ് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കാം. നല്ല രസമുണ്ട് അവിടെ ആ ഒരു ഏരിയയിൽ. അപ്പോഴായിരുന്നു ഇതൊന്ന് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളായിരുന്നു. പറഞ്ഞുള്ളൂ അപ്പോഴേക്ക് പിന്നെ എന്തേ വയ്യ, എന്നെ കൊണ്ട് തന്നെ വയ്യ. മഴ പെയ്യണ സൗണ്ട് കേൾക്കണേ. അതിൻ്റെ ഇടയ്ക്കോടെ ഒരു വണ്ടി വരുന്നു. അതിൻ്റെ ഇടയ്ക്കോടെ വണ്ടികൾ പോകണ്ട, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ മഴ വരുന്ന ശബ്ദം തൊട്ട് ഞാൻ വീട്ടിലേക്ക് ഓടണത് വരെ കേൾക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ കേൾപ്പിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. മഴ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവിടെ 100 വണ്ടിയാണ് പോണേ. ഇപ്പോൾ വണ്ടികളെ പിടിച്ച് നിർത്താൻ പറ്റും ആൾക്കാർക്ക്. പോണ ഒരു വണ്ടി തന്നെ പ്രശ്നം. ഇതിൽ 24 മണിക്കൂറും ഇതാണ് പ്രശ്നം. ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ വല്ല നടക്കും ഇല്ല. തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് ഇത്ര താല്പര്യമില്ലാണ്ടായി വരുന്നത്. ഒരാളൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ 100 വണ്ടി ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവില്ല ആ സമയത്ത്. വീഡിയോ കൊടുക്കണം കേട്ടോ. വീടിൻ്റെ അകത്ത് പോകാം. ഞാൻ എന്തെങ്കിലും ഒരു എംബ്രോയ്ഡറി ചെയ്യണമെന്ന് വിചാരിക്കും. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ക്യാമറ അങ്ങോട്ട് പോകും, അങ്ങോട്ട് തിരിക്കുമ്പോൾ ക്യാമറ ഇങ്ങോട്ട് വരും. ഞാൻ പറയാം. ഞാൻ എന്തായാലും ഇന്ന് എംബ്രോയ്ഡറി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യണം, നല്ല രസമുണ്ട്. ഞാനിവിടെ കുറച്ച് നേരം കൂടി നിന്നിട്ടൊന്നും പോകാം. അപ്പോൾ ഞാൻ എംബ്രോയ്ഡറിയും കൂടി ചെയ്യണം, കാണിച്ചിട്ടാണ് ഗൈസ്. ഞാൻ ഇന്ന് എൻ്റെ പാൻറ്റ് പരീക്ഷിക്കാൻ വീണ്ടും ആ മുള്ളുമ്പോൾ തന്നെ പോയി ചാടാം. കേട്ടെ എവിടെയെന്ന് പറഞ്ഞു നിർത്തിയേ? എംബ്രോയ്ഡറി ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എംബ്രോയ്ഡറി ചെയ്യാനായിട്ട് ഞാൻ എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. എത്ര ദിവസമായി? 2 ദിവസമായിട്ടുള്ള തുടങ്ങിയിട്ട് 3 സാധനം ചെയ്തു. 3ആണോ? 3അല്ല, 4ാമത്തെ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നൂല് അവിടെ വെച്ച് കഴിഞ്ഞുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തി. പിന്നെ ഞാൻ ഇപ്പോൾ പുതിയ നൂല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നൂലാണെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇന്ന് പുതിയൊരു സംഭവം നമ്മളിങ്ങനെ പാൻറ്റിൻ്റെ അടിയിലിങ്ങനെ ഫയറായിട്ടുള്ള സാധനങ്ങളായിട്ടില്ല, ഇങ്ങനെ ഫയർ പോലെ ഇരിക്കണത് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളങ്ങനെയൊക്കെ ആണെങ്കിലും വരില്ല അങ്ങനെയൊന്നും. എന്നാലും നമുക്ക് ഔട്ട്ലൈൻ മാത്രം ചെയ്യാം, ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റില്ല. ഔട്ട്ലൈൻ കൊണ്ട് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മഴ വരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ ആ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സൗണ്ട് കേൾക്കുക. അപ്പോഴേക്ക് ഞാൻ എന്തായാലും ചെയ്യട്ടെ. ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും, കാരണം ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഈ ക്യാമറയ്ക്കൊന്നും പറ്റുമോയെന്നാണ് എനിക്ക് എൻ്റെ ഡൗട്ട്. ക്യാമറ ഇങ്ങനെയൊന്നല്ലായിരുന്നു അല്ലേ? ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? നല്ല മഴ വരുന്ന സൗണ്ട് നമുക്ക് അവിടെ നിന്ന് കേൾക്കാം. മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുള്ളി വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് പോകുന്നു. ഞാൻ ആ റോട്ടിലെങ്ങനെ പോയി നിന്നിട്ട് നിങ്ങൾക്ക് ബാക്കി കാണിച്ചു തരട്ടെ. സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കുറച്ച് നേരത്തേക്ക് ആ റെയിനിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാമേ. നിങ്ങളത് കേട്ടിരിക്കും.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റെയിനി വ്ളോഗ്സൊക്കെ ഇരുന്ന് കാണാറുണ്ട് വേറെ ആൾക്കാരൊക്കെ. ഭദ്രോടല്ലേ എന്നാണെങ്കിൽ ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ടാ ഇല്ല പറഞ്ഞോ. തുത്തമ്മുണ്ട് ഭദ്രയുണ്ട് കഴിച്ച്. ഞാനാണെങ്കിൽ റോട്ടിക്ക് എടുക്കാൻ വന്നപ്പോൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ ഭദ്രേനെ അവിടെ വെച്ച് കണ്ടത്. ആൾ പറയുന്നത് വീഡിയോ എടുക്കരുതെന്നാണ് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ പോയിട്ട് വീഡിയോ എടുക്കട്ടെ കേട്ടാ. അതെ, നമ്മുടെ കുട്ടസാറും കൂടി ഇരിക്കണ്ടാവുന്നോട് ചോദിച്ചു പറയേ മഴനെ കുറിച്ച് പറയേ. മഴനെ കുറിച്ച് മറ്റേ ടി വി കാണാം, ഫാൻ ഇടാം, പിന്നെ ചീട്ട് കളിയാണോ. ഇന്ന് ചീട്ട് കളി ഉണ്ടാവില്ല. ആത്മീയ ടി വി നീറ്റിന് പോവല്ലേ. വർത്തമാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ അടിപൊളി മഴ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇനി നിങ്ങളുടെ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കാണിച്ചു തരാം. ഇപ്പം ആണെങ്കിൽ ഇവിടെ നല്ല ഇടിമിന്നലുണ്ട് ഗൈസ്, നല്ല ഇടിമിന്നലുണ്ട്. അതേപോലെ തന്നെ മഴ കുറവാണെങ്കിൽ നല്ല കാറ്റുണ്ട്. കാറ്റെടുത്തിട്ട് ഇലകളൊക്കെ കിടക്കണുണ്ട. ഇടിമിന്നലുണ്ട്, നല്ല ഇടിമിന്നലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഇടിമിന്നലൊക്കെ ഒന്ന് കുറയട്ടെ. ഇപ്പം മിക്കവാറും ഞാനൊന്ന് കരിയണത് വല്ല വീഡിയോയിൽ വെക്കേണ്ടതായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഈ മഴയൊക്കെ ഒന്ന് ഇടിമിന്നൽ കുറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എൻ്റെ എംബ്രോയ്ഡറി ഒക്കെ കാര്യം കാണിക്കാൻ വേണ്ടിയൊന്നും കാണിച്ചില്ല. അപ്പോൾ എന്തായാലും ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് ഗൈസ് ഇടി കുടുങ്ങണ ഒച്ച കേൾക്കുന്നുണ്ടോ? ഞാൻ നിർത്തി പോകുന്നല്ല കേട്ടാ. ഞാൻ എന്തായാലും ഒക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും അപ്പം നമ്മുടെ വീഡിയോയിൽ കാണിക്കാം. ഇടിമിന്നലിൻ്റെ ഞാൻ പോട്ടെ, നിന്ന് കരിയുമല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എംബ്രോയ്ഡറി ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കാണിച്ചെന്നില്ല ചെയ്തു വന്നല്ലേ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ റൂമിൻ്റെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് സംഭവം. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകും. ഞാൻ നിങ്ങൾക്ക് എംബ്രോയ്ഡറി കാണിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ഇവിടെ നിന്ന് ഉള്ള എൻ്റെ റൂമിൽ നിന്നുള്ള മഴ പെയ്യുമ്പോൾ വ്യൂ. ഞാൻ ഇവിടെയൊക്കെ തണുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കണ്ടു. ഇതൊക്കെ ചൂടായിട്ടിരിക്കും. ഇവിടെ തൊടുമ്പോൾ തന്നെ അറിയാം നമുക്കിങ്ങനെ ചൂടായിട്ടിരിക്കുന്നത്. ഞാൻ ചെയ്ത എംബ്രോയ്ഡറി ഒക്കെ ഒന്ന് കാണിച്ചു തരാം. എൻ്റെ റൂം കിടക്കുന്നൊന്നും നോക്കണ്ട, അത് എപ്പോഴത്തേലും ഇങ്ങനെ തന്നെ കിടക്കും. അത് വലിയ വൃത്തിക്കുമ്പോൾ എനിക്കൊന്നും ഇതുവരെ കിടന്നിട്ട് വരിക. ഞാൻ ആക്കിയിടും, എന്നിട്ട് 2 ദിവസത്തേക്ക് വെക്കും, പിന്നെ അത് അങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൂല് കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാണ്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. കണ്ടോ ഗൈസ്, ഞാൻ ഇങ്ങനെ ചെയ്ത് പഠിക്കണോണ്ട് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, എന്നാലും ഇതിങ്ങനെയല്ല. ഇത് സൈഡിലാണ് ചെയ്തേക്കണം. അപ്പോൾ 2 സൈഡിലേക്ക് ആയിട്ടാണ് പോവുക. മീൻസ് ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും. ഇട്ട് കഴിയുമ്പോൾ ഇതേപോലെ 2 പകുതി ആയിട്ട് വരും. ഇത് ഇങ്ങോട്ടൊരു പകുതി, ഇതടുത്ത പകുതി. ഇതാണ് കംപ്ലീറ്റ് ആവാത്തത്. കണ്ട ഇവിടെ ഒക്കെ ചെയ്യാനുണ്ട്. മാച്ച് കളയാനുള്ള അയ്യോ മാഞ്ഞ തുടങ്ങിയത്. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഇതാണ് ഞാൻ ചെയ്തേക്കുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതാണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റിന് ശരിയായി കഴിയുമ്പോൾ നമുക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഫസ്റ്റ് ട്രൈ ആണല്ലോ. പിന്നെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെല്ലി ഫിഷ് എല്ലാം എന്നിട്ട് അതിന് പറയാം സ്റ്റാർ ഫിഷ്. ഈ സ്റ്റാർ ഫിഷിനെ അതിനിടയ്ക്ക് വെറുതെ ചെയ്താൽ ഇത് ഞാൻ ഈ സ്റ്റാർ ഫിഷിന് ചെയ്തു. അതേപോലെ തന്നെ ബീച്ച് തീമാണ് കേട്ടോ മൊത്തം ചെയ്തേക്കണേ. അതെ, ഇവിടെ നമ്മുടെ മറ്റേ ഷെല്ല് പ്ലസ് ഇത് ഞാനൊക്കെ പിൻട്രസ്റ്റിൽ നിന്ന് എടുക്കണ ഐഡിയാസാണ് കേട്ടോ. പ്രിൻ്റിലാണ്ട് എൻ്റെ തൊഴിലുള്ള ഐഡിയാസ് വരണമെന്നല്ല. ഇതൊക്കെ ഞാൻ തുന്നി പഠിച്ചേക്കുന്നതാണ്. ഞാൻ പഠിക്കാനൊന്നും പോയിട്ടില്ല, എന്നാലും ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വേണം പറയാനായിട്ട് കേട്ടോ. ഇവിടെയൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടൊക്കെ പാളിയിട്ടുണ്ടെങ്കിലും അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണേൻ്റെ ഒരു പ്രശ്നമാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാവായിരിക്കുന്നതായിരിക്കാം. ഇത് രസമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു കളർ കോമ്പിനേഷൻ കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ ഒന്ന് ലൈറ്റ് ആക്കായിരുന്നു ഞാൻ വിചാരിച്ചു. അപ്പം പിന്നെ പൂ ഡാർക്ക് ആക്കേണ്ടി വരും. ഒരു റെഡും വൈറ്റൊക്കെ ചെയ്യായിരുന്നു വേണേ. പക്ഷേ എൻ്റെ ആ നൂലൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായ നൂലെന്നാണ് ഇതിലുണ്ടായിരുന്നു. ഇത് ഈ കളറ്, പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ പച്ച പോലത്തെ കളറ്, പിന്നെ വൈറ്റൊക്കെ ആയിരുന്നു. വൈറ്റ് വെച്ചിട്ടാണ് മറ്റേ ചെയ്തത്. അപ്പോൾ ഞാൻ വേറെ ഒന്ന് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. എന്തായാലും എന്തൊക്കെ സാധനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് വന്നേക്കുന്നത്. അത്രയും ഇതില്ല, മീൻസ് കുറച്ചുള്ളൂ, അധികം നീളമില്ല. അപ്പോൾ അത് വെച്ചിട്ട് അധികം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ്. കുറേ 25 കളറുണ്ട്, പക്ഷെ അത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ നൂല് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനത്തെ നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വൈറ്റൊക്കെ കഴിഞ്ഞു വേണ്ട. ഇനി ഇതാണ് മറ്റേ റൗണ്ട് സാധനം. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ കത്രികയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, സൂചി ഉണ്ട്, ഒക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും മഴ കുറച്ച് നേരം കൂടി ആസ്വദിക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം.
ഗൈസ് ഞങ്ങളാണെങ്കിൽ മാങ്ങ പറിക്കാൻ വേണ്ടി വന്നപ്പോഴാണെങ്കിൽ അച്ഛൻ്റെ ഓടി ഓടി പോകുന്നു. ഞാൻ ഈ പതുക്കെ ഉണ്ടോ നാട്ടുകാരൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു. നമ്മളിങ്ങോട്ട് പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും നോക്കിയാൽ ഇങ്ങോട്ട് പോകണേ ഇങ്ങോട്ട് പോകണേ. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കാൻ പോവാന്ന്. ആ വന്നാലും ഇവിടുത്തെ മാങ്ങയാണ് നമ്മൾ പറിക്കാൻ വേണ്ടി വന്നേക്കുന്നുണ്ട്. റോട്ടിലത്തെ മാങ്ങ ആണെങ്കിലും എന്നാലും ഞങ്ങൾ പറിക്കും. അതൊന്നും നമുക്കൊരു വിഷയമല്ല. ഈ മാവുമ്പെന്നാണ് നമ്മൾ മാങ്ങ പറിക്കാൻ പോണത്. ഈ മാവുമ്പത്തെ മാങ്ങ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ പാൽ കൊടുക്കാൻ വേണ്ടി ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ ഞാൻ പറയും അച്ഛൻ്റെ പറിക്കണ്ടായിരുന്നു. പിന്നെ ഈ വെയിലത്ത് ഞാൻ പോകണ്ടല്ലോ. അങ്ങനെയല്ല ഏട്ടാ, അച്ഛൻ എന്തായാലും പോകണല്ലോ. അപ്പോൾ അച്ഛൻ അതിൽ നിന്ന് രണ്ട് മൂന്നാലും പറിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ കുറച്ച് പോയി പറിക്കേണ്ടി വരാൻ. അധികം ഉണ്ടായിരുന്നില്ല, കുറച്ച് കിട്ടിയുള്ളൂ. പിന്നെ കുറച്ച് ഇരിക്കേണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്നും. പിന്നെ മാമ്പഴ പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി ഇപ്പോഴാണ് കറക്റ്റായ സംഭവം. ഞങ്ങളിതൊക്കെ പറക്കി കൂട്ടി വീട്ടിൽ പോട്ടെ. ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. സക്സസ്ഫുള്ളി നമ്മളങ്ങനെ മാങ്ങ പറക്കി വന്നു. അച്ഛനാണെങ്കിൽ അങ്ങോട്ട് പോയേക്കാം. മേടിമേലെ ഇതുവരെ മാറിയിട്ടില്ലെങ്കിലും എന്നെ കാണില്ല എനിക്കറിയാം. ലേറ്റ് വേണമല്ലോ, ലേറ്റ് ഇല്ല. എൻ്റെ കയ്യിൽ കവർ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും തിരിക്കാൻ പറ്റില്ല. ഒരു കയ്യിൽ കൊട, ഒരു കയ്യിൽ ഇത്. എന്നെ കാണാനും പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി. എന്നാലും നമ്മൾ വീഡിയോ എടുക്കണല്ലോ, ചത്താലും നമ്മൾ വീഡിയോ എടുക്കണം. നമ്മളകത്തേക്ക് പോവാണ് ഗൈസ്. എൻ്റെ റൂം അങ്ങനെ ഞാൻ തേക്കണ്ട. എൻ്റെ റൂമിൻ്റെ കയ്യിലാണ് പോണത്. റൂമെത്തി. കുട ഞങ്ങളുടെ എല്ലാ അപ്പുറത്തെടുത്ത കുടയാണ്. ഞാൻ നേരത്തെ അങ്ങോട്ട് പോയി ഇപ്പോൾ മഴ പെയ്ത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുട എടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ കുട കൊണ്ട് കൊടുക്കാൻ പോകണം. ചീട്ട് കളിക്കാൻ പോകണം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടയും കൊണ്ട് കൊടുക്കണം. കുട പിടിച്ചിട്ട് നമുക്ക് മാങ്ങ കൊണ്ട് അകത്ത് തട്ടാം. ഇരുട്ടാണ്, എനിക്കറിയാം, ഒന്നും കാണില്ല എന്ന്. ഇത്രയും മാങ്ങ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എംബ്രോയ്ഡറി ചെയ്യേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ എന്തായാലും പുറത്തത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. മഴയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മഴയൊക്കെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. എംബ്രോയ്ഡറി ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ വീഡിയോ ഏകദേശം നല്ല ലെങ്ത് ആയിട്ട് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഇനിയും ലെങ്ത് ആയി കഴിഞ്ഞാൽ എനിക്ക് എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്നത്, എംബ്രോയ്ഡറി വേണമെങ്കിൽ ഞാൻ അത് മാത്രമായിട്ടൊരു വീഡിയോ വേണേൽ ചെയ്യാം. അല്ല, അങ്ങനെ വേണ്ട, അങ്ങനെ നിങ്ങൾ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വേണ്ട, പുറത്തത്തെ കാണിച്ചു തരട്ടെ. മഴ കഴിഞ്ഞതോടെ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് കാണാം. പുറത്തിറങ്ങിയപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഗൈസ്. എന്ത് രസമാണെന്ന് നോക്കി. ഒരു സൈഡിൽ നിന്ന് നീല, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഗ്രേഡിയൻറ്റ് കളർ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ഓറഞ്ച്. ശരിക്കും നേരിട്ട് കാണാൻ നല്ല രസം കിട്ടുക. ഫോണിൽ നമുക്കത് അത്രയും ഇതിൽ കിട്ടില്ല. ഈ ഓറഞ്ച് കിട്ടുകയാണല്ലോ, നല്ല ഡാർക്ക് ഓറഞ്ചും നല്ലൊരു നീല കളർ, ലൈറ്റ് ബ്ലൂ, അങ്ങനത്തെ ഒരു ബ്ലൂവും പിന്നെ ഇതേപോലെ ഇങ്ങനെ മിക്സ് ആയിട്ട് വരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്ക്, അടിപൊളിയാണ്. എനിക്ക് എന്ത് കണ്ട് ഈ ഒരു ഏരിയ നോക്ക്, എന്ത് രസമാണ് നോക്ക് ഗൈസ്, എന്ത് രസമാണ് അത് കാണാനായിട്ട്. ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, സ്റ്റോറി ഇടാൻ. എന്തായാലും നല്ല രസമുണ്ട് കണ്ട. ആ ഒരു ഓറഞ്ച് കളർ എനിക്ക് എന്തോ ഫോണിൽ വരുന്നില്ല, അല്ലെങ്കിൽ കിട്ടേണ്ടതായിരുന്നു. ഈ ഒരു ബ്ലൂ കളർ കിട്ടേണ്ടത് കണ്ട. ആ വീടുമേക്ക് ഇതടിച്ചിട്ട് ആ കളർ കണ്ടോ, നല്ല രസമുണ്ട്. പക്ഷേ ശരിക്കും ആ കളർ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, എന്നെ കാണാൻ പറ്റുള്ളത് എനിക്കറിയാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.